ചെങ്കോലും കിരീടവും കയ്യിലേന്തി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ കവാത്ത് മറന്ന് നട്ടെല്ലു വളയ്ക്കുന്ന നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്തവന്റെ ആർജവത്തോടെ കാര്യങ്ങൾ കലവറ കൂടാതെ തുറന്നു പറയുന്നവരെ പൊതുവെ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായ അധികാരസ്ഥന്മാർക്ക് കട്ടക്കലിപ്പാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിൽ വെച്ച് തലസ്ഥാനത്തെ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്വീകരണ സമ്മേളനത്തിൽ തന്റെ സമുദായത്തിന്റെ ആവലാതി നേരെ നോക്കി തന്നെ പറഞ്ഞ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കിടിലൻ പ്രസംഗം ക്രൈസ്തവ സമുദായം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ച പുതിയ അധ്യക്ഷനായ കർദിനാൾമാർ റാഫേൽ തട്ടിലിന് ഒരു സമുചിതമായ സ്വീകരണമാണ് തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കിയത്. ആ സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിയ മുഖ്യമന്ത്രി പിണറായിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥയും തന്മൂലം സഭയുടെ ഈറ്റില്ലമായ ഇവിടെ സഭ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പെരുന്തോട്ടം പിതാവ് തുറന്നടിച്ചത്. കേരളത്തിലെ സീറോ മലബാർ സഭ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറുന്നുവെന്നും കേരളം ഒട്ടും സുരക്ഷിതമല്ലാത്തതിനാൽ വിശ്വാസികൾ കൂട്ടത്തോടെ നാടുവിടുകയാണെന്നും കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് വിശേഷിച്ച് ഒരു ഗുണവുമില്ലെന്നും ഇവിടെ ജീവിതം വിജയിപ്പിക്കാൻ ആകില്ലെന്നും പുതുതലമുറകൾക്ക് ബോധ്യമായതിനാൽ അവർ മെല്ലെ നാടുവിടുകയാണെന്നും സീറോ മലബാർ സഭയിലും ഇത്തരം പ്രതിസന്ധികൾ രൂക്ഷമാണെന്നും ഇത്തരത്തിൽ കേരളത്തിൽ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് അറുതി വരുത്തണമെന്നും ഈ നാട്ടിൽ ജീവിക്കാനും അന്തസ്സായി ജോലി ചെയ്ത് ജീവിതം വിജയിപ്പിക്കാനും വേണ്ട സാഹചര്യം ഉണ്ടാകണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പെരുന്തോട്ടം പിതാവ് നടത്തിയ പ്രസംഗത്തിന്റെ ചുരുക്കം. താൻ ഭരിക്കുന്ന നാട്ടിലെ തലമുറകൾ ഭയന്ന് നാടുവിടുകയാണെന്ന നഗ്നസത്യം കേട്ടതോടെ അസ്വസ്ഥനായ മുഖ്യമന്ത്രി നവകേരള സദസ് വേദിയിൽ കണ്ണൂരും പാലായിലും ശൈലജ ടീച്ചറുടെയും ചാഴിക്കാടന്റെയും പ്രസംഗം കേട്ടതുപോലെ അസഹിഷ്ണുതയോടെയാണ് പെരുന്തോട്ടം പിതാവിന്റെ പ്രസംഗവും കേട്ടിരുന്നത്. എന്നാൽ തന്റെ പ്രസംഗത്തിൽ സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും റാഫേൽ പിതാവിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി പെരുന്തോട്ടം പിതാവിന്റെ പ്രസംഗമുണ്ടാക്കിയ ക്ഷതത്തിന് മറുപടി പറയാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണെന്നും ആളുകളെല്ലാം ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്നുവെന്നും അതിൽ ഉത്കണ്ഠപ്പെടുന്നുവെന്നും പെരുന്തോട്ടം പിതാവ് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ കേരളത്തിലെ എല്ലാ പ്രതിസന്ധികളെക്കുറിച്ചുമല്ല പെരുന്തോട്ടം പിതാവ് പറഞ്ഞത്. സഭയിലെ തലമുറകൾ മാന്യമായി ജീവിക്കാനുള്ള വഴിതേടി വിദേശത്തേക്ക് പോകുന്നുവെന്ന നഗ്നസത്യം തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് അസ്വസ്ഥതപ്പെട്ട് അതെല്ലാം പുളുവാണെന്ന മട്ടിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പ്രതികരണമാണ് നടത്തിയത്. യുവാക്കൾ നാടുവിടാനുള്ള കാരണം മൊബൈൽ ഉപയോഗിക്കുന്ന യുവാക്കൾ മാറി ചിന്തിക്കുന്നതാണെന്നും അവരെയൊന്നും ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി തട്ടിവിട്ടത്. ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഈ നാട്ടിൽ നിന്നാൽ ഗതികെട്ടില്ല എന്ന ചിന്തയിൽ നിന്നാണ് യുവാക്കൾ മാറി ചിന്തിച്ച് നാടുവിടുന്നതെന്ന യാഥാർത്ഥ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി എന്നാണ് മനസ്സിലാക്കുക?